ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത IPL വേണ്ടിയാണ്. അടുത്ത പ്രാവശ്യം മെഗാ ഓപ്ഷനാണ്. അതുകൊണ്ട് IPL മൊത്തത്തിൽ മാറാൻ പോവുകയാണ്. നേരത്തെ 8 ടീമുകൾ മാത്രമാണ് IPL ഉണ്ടായിരുന്നത്. പിന്നീട് BCCI അത് 10 ആക്കി. ഇതോടുകൂടി ടൂർണമെൻറ്റ് വലുതായി. എന്നാൽ ഇപ്പോൾ അടുത്തൊരു മെഗാ ഓപ്ഷൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് IPL ടീമുകളെ വർദ്ധിപ്പിക്കാനാണ് BCCIയുടെ പദ്ധതി. ഇപ്പോഴിതാ 2 പുതിയ ടീമുകൾ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരു ടീം വരാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്തും ലക്നൌവും വന്നപ്പോൾ രാഹുൽ ലക്നൌവിലേക്ക് പോയി. ഗുജറാത്തിലേക്ക് പാണ്ഡ്യ വന്നു. അതുപോലെ പുതിയ ടീമുകൾ വരുമ്പോൾ നിലവിലെ ടീമിലെ താരങ്ങൾ പുതിയ ടീമിലേക്ക് ചേക്കേറാറുണ്ട്. അവരായിരിക്കും ചിലപ്പോൾ പുതിയ ടീമിലെ ക്യാപ്റ്റന്മാർ. അതുപോലെ ഒരു അവസരമാണിപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് വന്നിരിക്കുന്നത്. മുംബൈ ടീമിൽ ആകെ പൊട്ടിത്തെറിയാണ്. രോഹിത് ശർമ്മയെ ഇപ്രാവശ്യം നിലനിർത്തില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ട് പോവാനൊരുങ്ങുകയാണ്. പുതിയ ടീം വരുമ്പോൾ രോഹിത് ശർമ്മ ആ ടീമിന്റെ ക്യാപ്റ്റൻ ആകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പൂനെ വാരിയേഴ്സ് തിരിച്ചു വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. യുവരാജ് ക്യാപ്റ്റനായിരുന്ന ടീമായിരുന്നു പൂനെ വാരിയേഴ്സ്. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ആ ടീം ഒഴിഞ്ഞുപോയി. വീണ്ടും പൂനെ വാരിയേഴ്സ് വരുമ്പോൾ രോഹിത് ശർമ്മയെ തന്നെ ക്യാപ്റ്റനാക്കാനാണ് അവരുടെ പദ്ധതി. ഇനി അടുത്തൊരു ടീം കൊച്ചി ടസ്കേഴ്സ് ആണ്. എല്ലാവർക്കും അറിയുന്ന ഒരു ടീമായിരുന്നു കേരളത്തിലെ കൊച്ചി ടസ്കേഴ്സ്. മികച്ച രീതിയിലാണ് കൊച്ചി ടസ്കേഴ്സ് IPLിലേക്ക് വന്നത്. ജഡേജ, ശ്രീശാന്ത്, ജയവർദ്ധൻ തുടങ്ങി ഒരുപാട് മികച്ച താരങ്ങൾ കൊച്ചി ടസ്കേഴ്സിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാണ് കൊച്ചി ടസ്കേഴ്സിനെ IPLിൽ നിന്ന് ബാൻ ചെയ്തത്. ഇപ്പോൾ ഇതാ കൊച്ചി ടസ്കേഴ്സ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ആയിരിക്കും. സഞ്ജു അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കൊച്ചി ടസ്കേഴ്സിനില്ല. രാജസ്ഥാൻ ടീം ഇപ്പോൾ മലയാളികളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം കേരളത്തിൽ നിന്ന് ഒരു ടീമില്ല. കൊച്ചി ടസ്കേഴ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും സഞ്ജു രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് ഉറപ്പാണ്. സഞ്ജു നിലവിൽ രാജസ്ഥാൻ ടീം വിട്ടു പോകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും അടുത്ത IPLിൽ 2 പുതിയ ടീമുകൾ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അതില്ലാതെയും ആകാം. ഏതൊക്കെ ടീമുകളാണെന്ന് ഉറപ്പില്ല. കൊച്ചി ടസ്കേഴ്സ് വന്നാൽ സഞ്ജു തിരിച്ച് ടീമിലേക്ക് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത IPLിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.